മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഏകദേശം ഒരു 8:15 8 ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് നെബ്രാസ്ക, അപ്പം നമ്മൾ കാലിഫോർണിയ കഴിഞ്ഞു, നെവാഡ, യൂട്ട, അരിസോണ, കൊളറാഡോ, 5 സംസ്ഥാനം കഴിഞ്ഞു 6ാം സംസ്ഥാനമായ നെബ്രാസ്കയിൽ നിന്നാണ് ഇന്ന് രാവിലെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഞാനിന്ന് ഇവിടെയാണ് തങ്ങിയത്, ഈ ഒരു ഹോട്ടലിലാണ് തങ്ങിയത്. ഇവിടെ നിന്നും ഏകദേശം ഇന്ന് ചിക്കാഗോ എത്തിക്കണം. 12 മണിക്കൂർ ചിക്കാഗോ എടുക്കും. നെബ്രാസ്കയിൽ ലിങ്കൺ ഒരു സിറ്റിയാണ്, പിന്നെ ഒമഹ. നെബ്രാസ്കയെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റേക്ക്, അതായത് നമ്മുടെ ബീഫ്, പോത്തിറച്ചി അല്ലാണ്ട് ഇവിടെ പശുവിന് ഏറ്റവും കൂടുതൽ ഹോൾസ്റ്റീൻ വിഭാഗത്തിൽപ്പെട്ട പശുവാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വളർത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഓരോ സംസ്ഥാനത്തിനുള്ള ഓരോ സവിശേഷതകൾ അമേരിക്കയിലുണ്ട്. അപ്പോൾ ഈ നെബ്രാസ്ക എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ബീഫാണ്. ഈ ബീഫ് വളർത്തുന്ന ഇവിടെ നമ്മളിപ്പോൾ ഫ്രീവേ കൂടെ ഹൈവേ കൂടെ ഓടിച്ചു പോകുന്ന സമയത്ത് ഒട്ടനവധി സ്ഥലത്ത് പശുക്കൾ പുല്ല് തിന്നും, അങ്ങനെ കുറേ ഇങ്ങനെ ഗ്രാസ് ഫെഡ് ബീഫ്, ഓർഗാനിക്. അത് നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് പശു പുല്ല് തിന്നുന്നു എന്നൊക്കെയാണ് പഠിച്ചത്. പക്ഷേ പുല്ല് തിന്നുന്ന പശുവിന് ഇപ്പോൾ ഭയങ്കര വിലയാണ്. ഗ്രാസ് ഫെഡ് ഓർഗാനിക്, അതാണ് നമ്മൾ ദാരിദ്ര്യത്തിൽ പോലും കഴിച്ചിരുന്നത്. അത് ഇന്ന് സായിപ്പിന് കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഈ ബീഫ് സ്റ്റേക്കാണ്, ബീഫിൻ്റെ കട്ട്സ്. അപ്പം ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ ഒമഹയിൽ വന്നപ്പോൾ ഇവരോട് ചോദിച്ചു, ഇവിടെയുള്ളൊരു കുറച്ച് ആൾക്കാരോട് ചോദിച്ചു, എന്താണ് ഈ ബീഫിൻ്റെ പ്രത്യേകത, ഒമഹ ഇവിടെ നെബ്രാസ്കയിൽ അതിൻ്റെ പ്രത്യേകത, ഒമഹ സ്റ്റേക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചപ്പോൾ അതിൻ്റെ കട്ട്സ്, ഈ ബുച്ചർ എന്ന് പറയില്ലേ, നമ്മുടെ കശാപ്പുകാരൻ എന്ന് പറയുന്ന ആൾ വെട്ടുന്ന ആ പീസുകളുണ്ടല്ലോ, അതിൽ ടീബോൺ സ്റ്റേക്ക്, സെർലോയിൻ, അതിന് വീതം വെച്ച് വെട്ടുന്നത് പലതരം 8-10 തരം കട്ടുകളുണ്ട്. ഒരു ഉരു അല്ലെങ്കിൽ ഒരു മാടിനെ വെട്ടി ഇത് ചെയ്യുമ്പോൾ അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു ഇതിന് അപ്പം നെബ്രാസ്ക എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ്. ഇന്നലെ രാത്രിയായിരുന്നു ഞാൻ ഒട്ടനവധി ഒരു 12 മണി വരെ ഓടിച്ചാണ് നിർത്തിയത്. കൊളറാഡോ ഇതിൽ പാസ് ചെയ്ത് പോയി, ഡെൻവർ, കൊളറാഡോയൊക്കെ പാസ് ചെയ്ത് പോയി. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അപ്പോൾ ഇത് നെബ്രാസ്കയിൽ നിന്ന് ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയാണ്. നിങ്ങളാണ് എൻ്റെ ശക്തി, കേരളമാണ് എൻ്റെ മണ്ണ്, മലയാളമാണ് എൻ്റെ ഭാഷ. നിങ്ങളാണ് എൻ്റെ ശക്തി, മലയാളമാണ് എൻ്റെ ഭാഷ, കേരളമാണ് എൻ്റെ മണ്ണ്. ഓക്കെ, നാളികേരത്തിൻ്റെ നാട്ടിലെ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണ് വേണം. അപ്പം നമ്മുടെ ഈ 3ാം ദിവസത്തെ യാത്ര തകൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് റോഡിൽ കുറച്ച് കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ പാസ്ചർ റേസ്ഡ് ബീഫ്, കുറെ പോത്തല്ല കേട്ടോ, പശുക്കളെ വളർത്തുന്നുണ്ട് വഴിയരികിലൊക്കെ. അതൊക്കെ കണ്ടിങ്ങനെ പോവാണ്. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒമഹ സ്റ്റേക്ക്, വേൾഡ് ഫേമസ് ഒമഹ സ്റ്റേക്ക് കഴിക്കണം എന്നാണ് ഒരാഗ്രഹം. കാരണം പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാല് പാമ്പിന്റെ നടുക്കഷ്ണം തിന്നണം എന്ന് കാരണന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇതാണ് നെബ്രാസ്കയിലെ ഒമഹയിലെ പശുവിറച്ചി, പോത്തിറച്ചി. അവിടെ നിന്ന് നല്ലൊരു സ്റ്റേക്ക് അടിക്കണം. പറ്റിയാൽ ഇത്തിരി ടെക്കീലടിച്ചൊന്ന് കിടന്നിട്ട് വിശ്രമിച്ച് പോകണം എന്നാ അത് വെറുതെ പറയുന്നത് കേട്ടോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പൊ അങ്ങനെ ഒരു പ്ലാനുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ 3ാം ദിവസം അതിഗംഭീരം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാലിഫോർണിയ, നെവാഡ, യൂട്ട, അരിസോണ, കൊളറാഡോ, നെബ്രാസ്ക, ഇനി അടുത്തത് അയോവയിലേക്ക് ഒരു 3-4-5 മണിക്കൂറിൽ ഞാൻ അയോവ ടച്ച് ചെയ്യും. അയോവ കഴിഞ്ഞ് ഇല്ലിനോയ്സ്, ചിക്കാഗോന്റെ സൈഡ് പിടിച്ച്, ചിക്കാഗോയിലേക്ക് കയറില്ല, ചിക്കാഗോന്റെ അരു പിടിച്ച് സുപ്പീരിയറിന്റെ തെക്കേ ഭാഗം പിടിച്ച് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകാനായിട്ടാണ് എൻ്റെ പ്ലാന്. അവിടുന്ന് പിന്നെ ന്യൂയോർക്ക്, അങ്ങനെ 2-3 സംസ്ഥാനം കൂടി കടന്നാൽ നമ്മുടെ പ്രദേശത്തെത്തും. കൂടുതൽ വിവരങ്ങൾ ഞാൻ നൽകുന്നതായിരിക്കും. നല്ല ദൃശ്യമനോഹരമാണ് ഈ പ്രദേശം. ഇങ്ങനെ വളരെയധികം പച്ചപ്പുല്ലുകളും അവിടെ മേയുന്ന പശുക്കളും അതൊക്കെ ആയിട്ടാണ്, ആ കാഴ്ചയുമായിട്ട് പോവാണ്. നിങ്ങളുടെ സഹകരണവും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു.